സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മുടെ വൺ പീസ് ഇപ്പോൾ പോകുന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വൺ പീസിലെ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ആരായിരിക്കും? ഇപ്പോൾ സ്റ്റോറി പോകുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും നമ്മളെ പവർ സ്കെയിലിങ്ങിൽ. പലരും ഇപ്പോൾ താഴോട്ടും മേലോട്ടും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് 10 പേരെ റാങ്ക് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വൺ പീസിലെ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് ആരൊക്കെയാണ് എന്ന് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഒരു കാര്യവും, നമ്മളിപ്പോൾ റാങ്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ ജീവനോടുള്ള ക്യാരക്ടേഴ്സിനെ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം, നമ്മൾ ഡ്രാഗനെയും അതുപോലെ തന്നെ നമ്മുടെ മീഹോക്കിനെയും നമ്മൾ ഈ ലിസ്റ്റിൽ ഏഡ് ചെയ്യുന്നില്ല. കാരണം അവരുടെ പവേഴ്സിനെ കുറിച്ച് നമുക്കൊരു പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെയും നമ്മൾ ഈ ലിസ്റ്റിൽ ഏഡ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് 5 സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടേഴ്സിനെയാണ് റാങ്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 5ാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ബ്ലാക്ക് ബീഡാണ്. നമുക്കറിയാം, ബ്ലാക്ക് ബീഡ് പല സാഹചര്യങ്ങളിലും നമുക്ക് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ അടുത്ത് കണ്ടിട്ടുള്ളതെങ്കിലും ബ്ലാക്ക് ബീഡ് നല്ല രീതിക്കുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ബീഡിൻ്റെ ട്രൂ പവേഴ്സ് ഇതുവരെ നമ്മൾ ഓൺ സ്ക്രീനിൽ കണ്ടിട്ടില്ല. അത് കാണിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ റാങ്കിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ അതുവരെ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ 5ാം സ്ഥാനത്ത് തന്നെ ഇടാം. കാരണം നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ കയ്യിൽ 2 ഡെവിൽ ഫ്രൂട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഹാക്കിയും നമ്മുടെ ബ്ലാക്ക് ബീഡിന് ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ബ്ലാക്ക് ബീഡിനെ കോങ്കർ ഹാക്കി ഉണ്ടെന്നൊന്നും കൺഫേം ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് ബീഡിനെ തീർച്ചയായിട്ടും ഇതിലും മേലോട്ടൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ ഈ ലിസ്റ്റ് ഇടുന്നത് മറ്റാരുമല്ല, നമ്മുടെ മങ്കി ഡി ലൂഫിയാണ്. നമുക്കറിയാം, നമ്മുടെ ലൂഫി എന്ന് പറഞ്ഞാൽ വൺ പീസിലെ മെയിൻ ക്യാരക്ടറാണ്. എന്നിരുന്നാലും നമ്മുടെ ലൂഫിനെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പോൾ നമ്മുടെ സ്റ്റോറിയിലുണ്ട്. ഒരുപക്ഷെ ഫൈനൽ വാറാകുമ്പോഴേക്കും നമ്മുടെ ലൂഫി 1ാം സ്ഥാനത്തേക്ക് വന്നേക്കാം. പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മുടെ ലൂഫിനെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനിയും ഉണ്ട്. ഇതിൽ തന്നെ പവേഴ്സ് റിവീൽ ചെയ്യാത്തതോ അതുപോലെ തന്നെ റിവീൽ ചെയ്തതായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൂഫി ഈ ലിസ്റ്റിൽ 4ാം സ്ഥാനമാണ് ഡിസർവ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ലൂഫിയുടെ പവേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. 3 ടൈപ്പ് ഹാക്കിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗിയർ 5. ഇത് രണ്ടും തന്നെ ഇതിൽ നമ്മുടെ ലൂഫിക്ക് നല്ല രീതിയിലുള്ള പവേഴ്സ് തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനി ഈ ലിസ്റ്റിൽ 3ാമത് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ അക്കാകാമിനോ ഷാങ്ക്സ്. ഇപ്പോൾ പലരും പറഞ്ഞേക്കാം നമ്മുടെ ഷാങ്ക്സ് ഇതിലും മുകളിലാണ് വേണ്ടത്, നമ്മുടെ ഷാങ്ക്സ് അങ്ങനെയാണ്, ഷാങ്ക്സ് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയും. പക്ഷേങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റോറിയിലുള്ള ഫീഡ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഷാങ്ക്സിൻ്റെ മുകളിലാണ് ഞാൻ പറയാൻ പോകുന്ന 2 ക്യാരക്ടേഴ്സും വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നമ്മുടെ ഷാങ്ക്സിൻ്റെ ബ്രദറായ ഷംറോക്ക് എത്രാമതാണെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഷംറോക്കിൻ്റെ വാളിൻ്റെ പവർ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ഗാർലിങ്ങിനെ പോലെ തന്നെ നമ്മുടെ ഷംറോക്കും ഒരു ഫ്രോഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷംറോക്കിനെ ഈ ലിസ്റ്റിൽ അധികം മേലോട്ടൊന്നും ഇടുന്നില്ല. ഒരു പക്ഷേ ഒരു ടോപ്പ് 10 എങ്ങാനും വന്നേക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ലിസ്റ്റിൽ 2ാമത് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിൻസ് ലോക്കി. നമുക്കറിയാം, ലോക്കി ഇപ്പോൾ അടുത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിലും നമ്മുടെ ഇതുവരെ നമ്മുടെ വൺ പീസിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെക്കാളും പവർഫുൾ ലോക്കി തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിട്ടുണ്ട് ഡോമി റിവേഴ്സ് ചെയ്തിട്ടുള്ള റോക്സിനെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മുടെ റോജറിനും ഗാർപ്പിനും ടീം അപ്പ് വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെറൽഡിനെ നമ്മുടെ ലോക്കി തൻ്റെ ഹാമർ ഉപയോഗിച്ച് ഒറ്റൊരു സ്വിങ്ങിനാണ് കഷ്ണങ്ങളാക്കി മാറ്റിയത്. അതുമാത്രമല്ല, നമ്മുടെ ഹെറൽഡാണെങ്കിൽ ഡോമി റിവേഴ്സിയും അല്ല, താനൊരു ഹോളി നൈറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇമുസമ ആ സീൽ വെച്ച് നമ്മുടെ ഹെറൽഡിനെ കൺട്രോൾ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെറൽഡിന് റീജനറേഷൻ എബിലിറ്റിയോ സ്ട്രെങ്ത് നല്ല രീതിയിൽ എൻഹാൻസ് ആവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ഹെറൽഡിനെ നമ്മുടെ ലോക്കി ഈസി ആയിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലോക്കി ഈ ലിസ്റ്റിൽ 2nd പ്ലേസിൽ തന്നെ വരും. ഇനിയിപ്പം നമ്മുടെ ഷാങ്ക്സ് അല്ലേ ലോക്കിനെ ഡിഫീറ്റ് ചെയ്ത് കിട്ടിയിട്ടെന്ന് ചോദിക്കും. അതിനിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ആൻസർ ഒന്നും ഇല്ലെങ്കിലും എന്തായാലും നമ്മുടെ ഷാങ്ക്സ് ഒറ്റക്കൊന്നും നമ്മുടെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത് നമ്മുടെ ലൂഫിനോടൊരു ഡയലോഗ് പറഞ്ഞില്ല, ഷാങ്ക്സ് ഒരു കവേർഡാണെന്ന്. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ചെറ്റത്തരം നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ ലോക്കിനെ ട്രാപ്പ് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മുടെ ലോക്കി അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോക്കിനെ നമ്മൾ ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് തന്നെ ഇടും. ഇനിയിപ്പോൾ നമ്മുടെ 1ാം സ്ഥാനത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ഇമുസമയുടെ പവേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര വലിയ ക്യാരക്ടേഴ്സ് ആയാലും നമ്മുടെ ഇമുസമ തന്നെ ഡോമി റിവേഴ്സ് ഉപയോഗിച്ച് തൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്ന കഥ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ നമ്മുടെ ഇമുസമ 2ാം സ്ഥാനത്ത് തന്നെ വരും. കൂടുതൽ എബിലിറ്റീസ് ഒന്നും നമ്മുടെ ഇമുവിൻ്റെ റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും ഇത് മാത്രം മതി ഇമുസമനെ ഇവരുടെയൊക്കെ മുകളിൽ വെക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ ലിസ്റ്റ്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ വിളിച്ചിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. നമ്മുടെ ദിവസം മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.